സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ അക്ഷയ തൃതീയ ആഘോഷം ഇന്ന്. വൈശാഖമാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയാണ് അക്ഷയ തൃതീയ എന്ന് അറിയപ്പെടുന്നത്. അക്ഷയ തൃതീയ ദിവസം ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം ക്ഷയിക്കില്ല എന്നാണ് വിശ്വാസം. രാജ്യത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന സ്വർണ്ണ വ്യാപാരം നടക്കുന്ന അക്ഷയ തൃതീയ ഇത്തവണ ഞായറാഴ്ചയാണ്. സ്വർണ്ണം വാങ്ങാൻ ഏറ്റവും ശുഭസൂചകമായി കണക്കാക്കുന്ന ഒരു ദിവസം. ഈ ദിവസം ആരംഭിക്കുന്ന ഏതൊരു സംരംഭവും അഭിവൃദ്ധി പ്രാപിക്കുമെന്നും ഒരിക്കലും പരാജയപ്പെടില്ലെന്നും വിശ്വസിക്കപ്പെടുന്നു. രാജ്യത്തെ പല ഭാഗങ്ങളിലും അതുകൊണ്ട് തന്നെ ആളുകൾ ഈ ദിവസം പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനായി തിരഞ്ഞെടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ സ്വർണം പോലുള്ളവയിൽ നിക്ഷേപവും നടത്താറുണ്ട്. അക്ഷയ തൃതീയ ആഘോഷത്തിന്റെ ഭാഗമായി രാജ്യമൊട്ടാകെ സ്വർണ്ണ വിപണിയിൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ വിലക്കയറ്റം വിൽപ്പനയെ ബാധിക്കുമോ എന്ന ആശങ്ക അപ്പോഴും മറുവശത്തുണ്ട്. 2025 ഏപ്രിൽ 30-നായിരുന്നു അക്ഷയ തൃതീയ. അന്ന് സംസ്ഥാനത്ത് 1500 കിലോയോളം സ്വർണം വിറ്റഴിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിന് തൊട്ട് മുൻപുള്ള വർഷത്തേക്കാൾ 200 കിലോയോളം കുറവാണ് രേഖപ്പെടുത്തിയത്. സ്വർണം വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചെങ്കിൽ പോലും വാങ്ങുന്ന സ്വർണത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. വിലക്കയറ്റം തന്നെയാണ് വിറ്റുപോയ സ്വർണത്തിന്റെ അളവ് കുറയാനുള്ള കാരണവും. പ്രമുഖ ജ്വല്ലറികളും ബാങ്കുകളും ഉപഭോക്താക്കൾക്കായി അതുകൊണ്ട് തന്നെ ആകർഷകമായ ഡിസ്കൗണ്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഓഫറുകൾക്ക് പുറമെ പണിക്കൂലിയിൽ വലിയ ഇളവുകളുമുണ്ട്. SBI, ICICI തുടങ്ങിയ പ്രമുഖ ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡ് പർച്ചേസുകൾക്ക് പ്രത്യേകം ഡിസ്കൗണ്ടുകൾ നൽകുന്നുണ്ട്. വില കൂടിയ ആഭരണങ്ങൾ വാങ്ങുന്നവർക്കായി നോ കോസ്റ്റ് EMI സൗകര്യവും ലഭ്യമാണ്. കൂടാതെ പഴയ സ്വർണം മാറ്റിയെടുക്കുമ്പോൾ മികച്ച എക്സ്ചേഞ്ച് ബോണസ് ലഭിക്കും. സാധാരണക്കാർക്കും സ്വർണം വാങ്ങുന്നത് എളുപ്പമാക്കാൻ ഈ സാമ്പത്തിക ആനുകൂല്യങ്ങൾ സഹായിക്കുന്നു. തനിഷ്ക്, മലബാർ ഗോൾഡ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകൾ പണിക്കൂലിയിൽ വൻ ഇളവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചിലയിടങ്ങളിൽ പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് ലഭിക്കും. ഇത് കുറഞ്ഞ ചിലവിൽ കൂടുതൽ സ്വർണം സ്വന്തമാക്കാൻ ഉപഭോക്താക്കളെ സഹായിക്കും. വൈകുന്നേരത്തെ വലിയ തിരക്കൊഴിവാക്കാൻ ജ്വല്ലറികളുടെ സമയം മുൻകൂട്ടി മനസ്സിലാക്കി ഷോപ്പിംഗിന് ഇറങ്ങുന്നതാണ് ഉചിതം. പുതുതലമുറ നിക്ഷേപകർക്കിടയിൽ ഡിജിറ്റൽ ഗോൾഡിനും വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ഫോൺ പേ, ഗൂഗിൾ പേ തുടങ്ങിയ ആപ്പുകൾ വഴി സ്വർണം വാങ്ങുമ്പോൾ ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകൾ ലഭിക്കും. വെറും ₹1 പോലും സ്വർണ്ണത്തിൽ നിക്ഷേപം തുടങ്ങാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഡിജിറ്റൽ ഗോൾഡ് പ്ലാറ്റ്ഫോമുകൾ വഴി ആർക്കും എളുപ്പത്തിൽ ഈ സ്വർണ്ണവേട്ടയുടെ ഭാഗമാകാം. വില ഇത്തവണയും ഉയരത്തിലാണ്. കഴിഞ്ഞ വർഷത്തെ സ്വർണ്ണവിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ 59% വർധനയുണ്ട്. 2025 അക്ഷയ തൃതീയ ദിനത്തിൽ പവന് 71,840 രൂപയായിരുന്നുവെങ്കിൽ ശനിയാഴ്ചയാകട്ടെ പവൻ വില 1,14,240 രൂപയിലെത്തി. അതായത് ഇതുവരെ പവന് 42,400 രൂപ കൂടി. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.